ഇറാനെ തകർക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ പദ്ധതികൾക്ക് കൃത്യമായ പിന്തുണയുമായി എത്തിയ ഡൊണാൾഡ് ട്രംപിനെ ഇപ്പോൾ സ്വന്തം സാമ്പത്തിക ഭദ്രത പിടിച്ചു നിർത്തണമെങ്കിൽ ഇറാനോട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയാനും കഴിയാത്ത അവസ്ഥയാണ്. എന്നാൽ അതിനുവേണ്ടി വളഞ്ഞ വഴി പലതും നോക്കുകയാണിപ്പോൾ. ട്രംപിന്റെ ഒരു ഗതികേടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ട്രംപ് ഇറാന്റെ സുഹൃത്ത് രാജ്യമായിട്ടുള്ള തുർക്കിയെ സമീപിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഏറ്റവും ഒടുവിൽ സ്ഥിരീകരിക്കപ്പെടുന്നത്. ഇറാൻ അറബ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ താവളങ്ങൾ ആക്രമിക്കുമ്പോൾ അറബ് രാജ്യങ്ങൾ അമേരിക്കയെ കൊടുത്ത ഒരു വിശ്വാസ്യതയുണ്ട്. അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. അമേരിക്ക ഇടപെടില്ല എന്ന് മാത്രമല്ല, അവർക്ക് തങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഡോളറിൽ വിനിമയം എന്തിനാണ് എന്ന് അറബ് രാജ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. സൗദിയും ബഹ്റൈനും കുവൈറ്റും ഒമാനും UAEയും എല്ലാം ഒരേ സ്വരത്തിൽ അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞു. ഫോർമൂസ് കടലിടുക്ക് അടച്ചുകൊണ്ട് അതിൻ്റെ പരിപൂർണ്ണ നിയന്ത്രണം ഇറാൻ ഏറ്റെടുത്തപ്പോൾ അവിടെയും അറബ് രാജ്യങ്ങൾ വീട്ടിലായി. ഇന്ന് ഒരു ബാരൽ ക്രൂഡ് ഓയിലിൻ്റെ വില $61 നിന്നും കുതിച്ച് $100 അടുത്തിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ യുദ്ധം സാധാരണക്കാരൻ്റെ അടുക്കളയിൽ വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ രാജ്യത്ത് പാചകവാതത്തിൻ്റെ സബ്സിഡിയെല്ലാം തന്നെ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. ഇനി കേന്ദ്ര സർക്കാർ നടത്താൻ പോകുന്നത് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതകം ഇനി മുതൽ വിതരണം ചെയ്യില്ല എന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്നു. ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുമ്പോൾ സ്വാഭാവികമായി ഇനിയും ഇന്ധനവില കുതിച്ചു കയറാനുള്ള സാധ്യതയുമുണ്ട്. ഇറാനെ ബുദ്ധിമുട്ടിലാക്കിയതിൻ്റെ പേരിൽ ഇറാന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അമേരിക്ക ക്ഷണിച്ചു വരുത്തിയ വിനാശം. ഇറാന് പിന്തുണയുമായി റഷ്യയും ചൈനയും നീങ്ങുമ്പോൾ അവർക്ക് അവരുടേതായ ബദൽ നയങ്ങളുണ്ട്. അതായത് സമാനമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ റഷ്യയും ചൈനയും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടേതായിട്ടുള്ള രീതിയിൽ കറൻസികൾ ശക്തി പ്രാപിച്ചുകൊണ്ട് പരമാവധി രാജ്യങ്ങൾ ഇനി ചേരിതിരിഞ്ഞുകൊണ്ടുള്ള രീതിയിലേക്ക് ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാധ്യതകളും കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് എങ്ങനെയും ഈ യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ ലോകശക്തിയെന്ന് പറഞ്ഞു നടക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അമേരിക്ക ലോക പോലീസായി നിയന്ത്രിക്കണമെങ്കിൽ അവരുടെ സാമ്പത്തിക നില ഭദ്രമായിരിക്കണം. അതുമാത്രമല്ല, അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കൻ ഡോളറിൽ തന്നെ വിനിമയം നടന്നുകൊണ്ടുള്ള നീക്കമായിരിക്കണം. അത് വളരെ വൈകാതെ ഗൾഫ് രാജ്യങ്ങൾ നിർത്തും. കാരണം ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും ഇറാൻ നടത്തുന്ന ആക്രമണം അതിപ്പോൾ അമേരിക്കയുടെ താവളങ്ങൾ മാത്രമല്ല, സാധാ സിവിലിയൻസിനും പരിക്കേൽക്കുന്നു. അല്ലെങ്കിൽ അവർക്ക് നേരെ വരെ ആക്രമണമുണ്ടാകുന്ന സാഹചര്യം. ഇത് അമേരിക്കയ്ക്ക് തീർത്താ തീരാത്ത നഷ്ടമായി മാറുമെന്നുള്ളതിൽ സംശയമില്ല.